ഹലോ കൂട്ടുകാരെ, കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ. ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 2-3 ആഴ്ചയായി. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ജനുവരി പകുതിയായി, ഇപ്പോഴാണ് ഞാൻ വന്ന് ന്യൂ ഇയർ പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗല്ലേ. അപ്പോൾ ഇന്നത്തെ അവിയൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഡിസംബറിൽ എടുത്തിട്ടുള്ള കുറേ വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ. ഇനിയും കുറേ ഉണ്ട്, പക്ഷേ നമുക്ക് പുറകെ അതിടാം. ഈ വീഡിയോ ഞാൻ എടുത്തത് ക്രിസ്മസിന് 2 ദിവസം മുമ്പാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും. മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഫ്രോസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് നടക്കുന്ന സമയത്ത് തെന്നും. അതുകൊണ്ട് പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ മണലിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ മണലിടും, അല്ലെങ്കിൽ ഉപ്പിടും കേട്ടോ. അങ്ങനെ ഇട്ടാലും നമുക്ക് അധികം തെന്നത്തില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മെഡിക്കൽ സെൻറ്ററിലേക്കാണ്. അപ്പോൾ എനിക്കൊരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഫാർമസിയിൽ കൊടുത്തെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ കിട്ടും. ഇവിടെ രാവിലെ ഒരു നല്ല മൂടൽ മഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഫാർമസിയിൽ വന്നു. അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇത് കൊടുത്തു, നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ അവർ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെയിറ്റ് ചെയ്യില്ല, എന്നാൽ പിന്നെ ഗ്രക്സിൽ കയറി ഒരു ചിക്കൻ സ്ട്രിപ്സൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തന്നെ സമയം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴത്തേനും ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ മെഡിസിൻ റെഡി ആയിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോളാൻ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ഞാൻ ആശുപത്രിക്കുള്ളിലേക്ക് പോയി. എന്തായാലും വന്നു, എന്നാൽ അപ്പോൾ ഇതിനകത്ത് കൂടെ കയറി ചുമ്മാ വന്ന് വായി നോക്കിയിട്ട് പോവാം. ക്രിസ്മസിൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു റെഡ് ആൻഡ് ഗ്രീനിൻ്റെ കോമ്പിനേഷനുള്ള നിറയെ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും. പിന്നെ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലവർ ബൊക്ക മാത്രം വാങ്ങിച്ചു. അപ്പം ഇന്ന് വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൂടെ പോയി ഫ്രണ്ടിനെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ അവിടെ നല്ല കുക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പം വന്നപ്പോഴേ ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഈ പൂവിനെയൊക്കെ ഫ്ലവർ വേസിലേക്ക് വെക്കാം. ഇതെനിക്കൊരു നല്ലൊരു ഡീലിൽ കിട്ടിയതാണ് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ പ്രൈസ് റെഡ്യൂസ് ചെയ്തിടും, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ ആ വെള്ളപ്പൂവിൽ കളർ അടിച്ചേക്കുവാണ് കേട്ടോ. എന്തെങ്കിലും ഇരിക്കട്ടെ, എന്നാലും പൂക്കളൊക്കെ കാണുമ്പോൾ വീട്ടിലൊരു പോസിറ്റിവിറ്റിയൊക്കെ തോന്നും. ഞാൻ കൊണ്ട് സെൻറ്റർ ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥലമൊക്കെ മാറും. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിവാൻകുട്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ പൂവിൻ്റെ സ്ഥാനം ഇപ്പം മാറുമെന്ന്. അവൻ കൊണ്ടുവന്ന് അവൻ സ്കൂളിൽ എന്തോ ഒരു പ്രോജക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ബോക്സ് അവർ തിരിച്ച് വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ഇനി ആ ക്രിസ്മസ് സമയത്ത് ഇവിടെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ആ ടൈമിലുള്ളതെല്ലാം അവർ കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡിന്നറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൾ രാമൻ ബൗൾ ഉണ്ടാക്കിയിരുന്നെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അതേപോലെ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്ത് നോക്കി. അപ്പം ഞാൻ ബോൺലെസ് ചിക്കനും എടുത്തിട്ടുണ്ട്, എല്ലുള്ള ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലുള്ള ചിക്കൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഇച്ചിരി വെളുത്തുള്ളി, ഉപ്പ്, ഇച്ചിരി എണ്ണ, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര്, പിന്നെ ഇച്ചിരി സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. ഒരു 3-4 വിസിൽ. സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം തന്നെ. പിന്നെ എല്ലില്ലാത്തതിന് കുറച്ച് മസാലയൊക്കെ പറ്റി നോർമൽ മസാലയാണ് കേട്ടോ. അതെല്ലാം പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഒരു കബാബ് സ്റ്റൈലിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസും കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ തന്നെ ചിക്കൻ സൂപ്പ് റെഡിയായി. ഇനി അതിലുള്ള ചിക്കൻ്റെ എല്ല് കളഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടറും ആവശ്യത്തിനുള്ള ഇച്ചിരി 2-3 അല്ലി വെളുത്തുള്ളി, ഇച്ചിരി ഓണിയൻ, പിന്നെ ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ സൂപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ പീസും കൂടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സൂപ്പ് റെഡിയാക്കി വെക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ഒരു കബാബ് സ്റ്റൈലാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി. ഇനി നമുക്കൊരു ബൗളിലേക്ക് നൂഡിൽസിനെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സൂപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കബാബ് സ്റ്റൈൽ ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ അവർ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഇതുപോലെ 2ആയിട്ട് മുറിച്ചിട്ട് അതും കൂടി ബൗളിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ടപ്പോൾ ഏകദേശം രാമൻ ബൗളിൻ്റെ ഒരു അടുത്തെത്തി. അപ്പോൾ നമുക്ക് വർഷക്കുട്ടിക്കും വിമാനം കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. വർഷക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതായിട്ടോ. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പശുക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ അത് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം.
ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി വെക്കേഷനും ആരംഭിക്കും. അതിന് മുമ്പ് വീടൊക്കെ ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്തെങ്കിൽ മൊത്തത്തിലങ്ങ് അടിപൊളിയാകുമല്ലോ. അപ്പം വിൻഡോയുടെ സ്ഥലത്തൊക്കെ കുറേ പേപ്പറുകളും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. പിന്നെ വിൻ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്ലാക്ക് മോൾഡ് അടിക്കും കേട്ടോ. ഈ ഒരു കറുത്ത പൂപ്പൽ പോലെ ഈ വിൻഡോ സൈഡ്, അതുപോലെ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ കിട്ടും ഈ ഒരു മോൾഡ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതടിച്ച് കൊടുത്തെങ്കിൽ നന്നായിട്ട് അങ്ങ് പോയി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി, ഫുള്ള് പോയി കിട്ടും. അതൊരു നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. ആ ബ്ലാക്ക് മോൾഡ് റിമൂവർ എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ആ സ്റ്റൈൽ മറ്റേ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടാറുണ്ട്. അപ്പം ഞാനിനി കുഷ്യനെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കുകയാണ്. ഈ വാക്യൂം ഞാൻ വാങ്ങിയത് നമ്മുടെ ടെമു ആപ്പിൽ നിന്നാണ് കേട്ടോ. പക്ഷെ അത് അത്ര വലിയ സ്ട്രോങ് ആയിട്ട് കൊള്ളാമെന്ന് ഞാൻ പറയില്ല. നമുക്ക് അതിലും ഭേദം നമുക്ക് ആമസോണിൽ നിന്നൊക്കെ നല്ലത് കിട്ടും കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഓർഡർ ചെയ്തതാണ്. പക്ഷെ അത്ര പവർഫുള്ളല്ല. എന്നാലും അത്യാവശ്യം ആ ഒരു സോഫയിലൊക്കെ പൊടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ചെറുതൊരെണ്ണം വാങ്ങുന്നത് നല്ലതാണ്. കുഷ്യനിലൊക്കെ എല്ലാ പൊടികളൊക്കെ നന്നായിട്ട് പോവും. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഹാളൊക്കെ ഒന്ന് തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നല്ല എന്താ പറയുക, നന്നായിട്ട് ഈ കുക്കിംഗ് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇതിലേക്ക് പോയത്. നല്ല ക്ഷീണം തോന്നി. ഞാൻ വിചാരിച്ചൊരു ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഈ ഒരു ജ്യൂസർ എൻ്റെ മിക്സിയുടെ കൂടെ കിട്ടിയതാണ്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ വെച്ച് എന്താ ഓറഞ്ച് ഇരിക്കുന്നതെന്നാൽ പിന്നെ അതിനെ വെച്ചൊന്ന് അടിച്ച് നോക്കാം. പക്ഷേ സംഭവം കൊള്ളാം. ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തത്. പിന്നെ ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഷുഗറൊന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയി. അപ്പോൾ രാവിലെ ദോശമാവ് ഇങ്ങനെ പുളിച്ച് പൊങ്ങി വരുന്നത് കാണുമ്പോൾ എന്താ ഒരു മനസ്സുഖം എന്നറിയാമോ. അങ്ങനെ ഞാൻ ഇഡലിക്ക് കോരി ഒഴിക്കുകയാണ് കേട്ടോ. ഇഡലി ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് ഞാൻ വിചാരിച്ചു ഇഡലി തന്നെ കൊടുത്തു വിടാം. അപ്പോൾ ഇഡലിയും നല്ല അടിപൊളി തേങ്ങ ചമ്മന്തിയിൽ കുറച്ച് കൊറിയാണ്ടർ ലീഫും ഇച്ചിരി പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ വേറെ എന്താണ് നമ്മുടെ ഇഞ്ചി ഇച്ചിരി ഇട്ട് കൊടുക്കും. അങ്ങനെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പൊട്ടുകടല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കടുക് തളിച്ചൊഴിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചമ്മന്തി. ഓരോ സമയത്ത് ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞില്ല ലഞ്ച് ഇത് തന്നെയാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ വശിക്കുട്ടി പോകാനിറങ്ങി. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് കൊണ്ടുപോയി വിടാമെന്ന്. അങ്ങനെ ഏട്ടൻ വശിക്കുട്ടിയും കൊണ്ട് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മഴയും തണുപ്പും എല്ലാം കൂടാണ്, പിന്നെ കാറ്റും കൂടെ ആകുമ്പോൾ ഒന്നും പറയണ്ട. പിന്നെ ഏട്ടൻ വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്ത് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ഓണിയൻ, പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഏറെ പുതിനയും മല്ലിയിലയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 1-2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഇനി ഒന്ന് അതൊന്ന് വെന്ത് വരണം. ആ സമയത്തിനുള്ളിൽ നമുക്കിനി അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരിക്കുള്ള വെള്ളം ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ദം പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചിക്കൻ വേവുന്ന സമയത്തിനുള്ളിൽ അരി തിളച്ച് വരും. അതിലേക്ക് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഇച്ചിരി നാരങ്ങ നീര്, ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3/4 വേവ് വരെ ആവുന്ന സമയമാകുമ്പോൾ ഞാൻ അരി കോരി ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കും, ഈ ഒരു മസാലയിലേക്ക്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും പിന്നെ ഒണിയനും എല്ലാം കൂടി ഇട്ടിട്ട് പുതിനയെല്ലാം ഇട്ടിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഒരു 10-25 മിനിറ്റിൽ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ചോറ് വെന്ത് വരത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊന്നും അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. വെളിയിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു ചൂട് ബിരിയാണി കഴിക്കാം, അടിപൊളിയാണ് കേട്ടോ. ആ ബിരിയാണി കഴിക്കുന്ന സമയത്ത് നമുക്ക് മഴ ഇഷ്ടപ്പെടും. അതെ ടീച്ചറാ, ക്രിസ്മസ് ഗിഫ്റ്റാ? ക്രിസ്മസ് ഗിഫ്റ്റാ? ഓ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വടിയാണോ അത്? കൊള്ളാലോ. അതിലും ക്രിസ്മസ് ടീമാണല്ലോ. എന്തുവാ താഴെ പോയി സാന്താലോലി. ആഹാ,
എല്ലാം സാന്താക്ലോസ് ആണല്ലോ. അടിപൊളി. സ്കൂള് കഴിഞ്ഞു എന്നല്ലല്ലോ, നാളെ കൂടെ അല്ലേ ഉള്ളു. നാളെ ടീച്ചർ വരൂല്ലേ? എന്തുവാ ഇത്? ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ അവിടെ എന്താ പറയുന്നത്? ചുമ്മാ ഇതിങ്ങനെ ഇട്ടിട്ട് വെളിയിലിടണം. ഇത് വേലിങ്ങനെ അതിങ്ങനെ തെറിച്ചു പോലെ. ഇതുപോലത്തെ ഒരു സാധനം പണ്ടൊക്കെ നമ്മുടെ അവിടെയൊക്കെ എന്താ പറയുക, ഇതുപോലത്തെ സാധനം വെച്ച് എറിഞ്ഞ് മാങ്ങയൊക്കെ ഇടും, മാവേലി എറിയും. അറിയാം. മറ്റേ കണ്ണാടി എവിടെ? എന്തേ എന്നെ കാട്ടി വലിയ കണ്ണാടി വെച്ചേ. കണ്ട ഇങ്ങോട്ടോ നോക്കട്ടെ. വാവ്, നാളെ ഒരു ദിവസം കൂടെ ഉള്ളല്ലോ ഇനി സ്കൂള്. എന്ത് ചെയ്യും 10 days? സാന്താക്ലോസ് കൊള്ളാലോ. അടിപൊളിയായിരിക്കുന്നില്ലേ കാണാൻ? കഴിച്ചോ? പിന്നെ എന്തിനാ അതിനെ പൊട്ടിച്ചത് ഇപ്പം? ശരി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ ഇന്നത്തോടുകൂടി സ്കൂളൊക്കെ അടയ്ക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് വിഭവങ്ങൾ ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊടുത്തു വിടണം. നമുക്ക് ഒരു വെക്കേഷൻ മൂഡ് സ്റ്റാർട്ടാവില്ല. അപ്പോൾ സൂപ്പറായിരിക്കുന്നടാ. ഫുഡ് വെച്ചാ അടിപൊളി, നല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ടിരിക്കുന്നു, അടിപൊളി. ശരി, ഇപ്പോൾ റെഡിയാവും. സൂപ്പർ. ഇവിടെ വർഷക്കുട്ടിയുടെ സ്കൂളിൽ ഹോം എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇവർ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. വുഡ് വെച്ചിട്ടുള്ളതും ക്ലോത്ത് വെച്ചിട്ടുള്ളതും അങ്ങനെ. അപ്പോൾ ഈ ടൈമിൽ ചെയ്തതാണ് ഇപ്പോൾ കാണിച്ചത് വർഷക്കുട്ടി. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് വിവാൻകുട്ടിക്ക് ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് പാർട്ടി ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടി ഡ്രസ്സായിട്ടൊന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ ഒരു ടീഷർട്ടും അതിൻ്റെ മേളിലൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് വിട്ടു. കൊള്ളായിരുന്നു, നല്ല ലുക്കുണ്ടായിരുന്നു. അങ്ങനെ വർഷക്കുട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അവരുടെ സ്കൂളിലും സെലിബ്രേഷനുണ്ട്. ഇന്ന് നേരത്തെ അവർക്ക് ജമ്പർ ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും കൂടെ ചുമ്മാ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രേഷൻ ബോക്സൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് വിവാൻകുട്ടിക്കും അതിൽ നിന്ന് 2 കൊടുത്തിട്ട് പോവാണ്, ചേച്ചിയുടെ ഒരു സമാധാനത്തിന്. അങ്ങനെ അവളും അതിൽ നിന്നൊന്ന് എടുത്ത് കഴിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് ഏട്ടനാണ് കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ ഇന്നും കുട്ടിക്ക് ഇന്ന് ലഞ്ചിന് ഞാൻ ചപ്പാത്തി അവകേടും കൂടെ റോൾ ചെയ്ത് കൊടുത്തു വിടുമായിരുന്നു. വിവാൻകുട്ടി ഇന്ന് എടുത്തുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇന്ന് സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടുന്ന് മേടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ശരി പോയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കട്ടെ എന്ന്. പിന്നെ ഏട്ടൻ വർഷക്കുട്ടിയെ വിട്ടിട്ട് വരുന്ന സമയത്തിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ചപ്പാത്തി വേണ്ട, ഇതുപോലെ എഗ്ഗും ചീസും ഒക്കെ ഇട്ടിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു ചപ്പാത്തിയും കുറച്ച് എഗ്ഗും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഏട്ടൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് വിവാൻകുട്ടിയെ ഏട്ടനാണ് കൊണ്ടുപോയി വിട്ടത്. ഇതുവരെ നമ്മളങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ടേ ഇല്ല. ഇന്നെന്തോ ഏട്ടന് തോന്നി ഭയങ്കര കാറ്റൊക്കെ അടിക്കുന്നു, ശരി നടന്ന് പോകണ്ടെന്ന് വിചാരിച്ച് അവനെയും കൊണ്ടുപോയി വിട്ടു. അപ്പം ഞാനൊരു ടേബിൾ ക്ലോത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ. അപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഒരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മൊത്തത്തിൽ പഴയതും അങ്ങ് ചീത്തയായി പോവുകയും ചെയ്തു. അപ്പോൾ ടേബിൾ ക്ലോത്ത് നല്ലതൊക്കെയാണ്, കളറൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്ലേഡോ എന്തെങ്കിലും കൊണ്ടെങ്കിൽ, കത്തിയോ എല്ലാം കൊണ്ടെങ്കിൽ പെട്ടെന്ന് മുറിയും. പക്ഷേ സംഭവം ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര നൈസായിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എടുത്തത്. അപ്പം ഞാൻ കിട്ടിയ ഉടനെ തന്നെ ഞാൻ ടേബിളിൽ വിരിച്ചു. എനിക്കത് വിരിച്ചപ്പോൾ തന്നെ ഒരു സമാധാനമായത്. അപ്പം എന്താണ് അതിൽ എഴുതിയേക്കുന്ന കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ ഓഫ് എനർജി എവറി ഡേ എന്ന്. ശരി, കാണുമ്പോഴെങ്കിലും എനിക്ക് കുറച്ച് എനർജി വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നും ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ.
അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ ലഞ്ചൊന്നും ഉണ്ടാക്കിയില്ല. ഓൾറെഡി നമ്മൾ ഇന്നലത്തെ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് കുക്കിംഗ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ വിവാൻകുട്ടി ഈവനിങ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് തുണിയൊക്കെ ഉണ്ട് എൻ്റെ കൂടെ വന്നിരുന്ന് മടക്കാൻ. നല്ല നീറ്റായിട്ട് മടക്കും കേട്ടോ. അവനിഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പറഞ്ഞ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിവാൻകുട്ടിയുടെ ഡാൻസോട് കൂടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ.